അപ്പൊ ഈ നാലും കൂടി നിയന്ത്രണ വിധേയമായെങ്കിൽ മാത്രമേ ഒരാൾ എന്താവുള്ളൂ, പുണ്യവാളനായി തീരുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടോ, റമദാൻ മാസത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങളും അക്രമങ്ങളും കൊള്ളകളും പിടിച്ചുപറികളും അനീതികളും നടക്കുമ്പോ ശൈത്താൻ കെട്ടിയിട്ടിട്ട് പിന്നെന്താ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യം ഇപ്പൊ അവിടുന്ന് തീർന്നല്ലോ. ശൈത്താൻ മാത്രമേ കെട്ടിടപ്പെട്ടിട്ടുള്ളൂ, മറ്റു മൂന്നും നമ്മൾ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും എന്ന് ഖുർആൻ പറഞ്ഞു പിശാചിനെ പറ്റി. അവനും അവന്റെ ആൾക്കാരും നിങ്ങളെ ഇങ്ങോട്ട് കാണും, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് കാണുകയും അവിടെയൊക്കെ വഴിയിൽ തടസ്സമുണ്ടാക്കാനും സാധിക്കും. മിൻ ഹൈസു ലാ തറൗനഹും, അവരെ എയില വരുന്നു, എവിടെ എത്തുന്നു, എപ്പോഴെവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല. ഇവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് അത് അല്ലാഹു തആല ഏറ്റെടുത്ത് അവരെ പിടിച്ചു കെട്ടിയിട്ടു. നന്നാവാൻ വേണ്ടിയിട്ടേ ഇബ്ലീസിനെ നന്നാക്കാൻ നമ്മളോട് കഴിയൂല, ഇബ്ലീസിനെ നിയന്ത്രിക്കാനും നമ്മളോട് കഴിയൂല. അതിന് അത് അല്ലാഹു തആല നേരിട്ട് ഏറ്റെടുത്ത് അവൻ ബന്ധിച്ചു. ഇനി ബാക്കി മൂന്ന് നിങ്ങളോട് കഴിയുന്ന ഇത് നഫ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കും. ഷഹ്വത്തിനെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഷഹ്വത്തിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരൊറ്റ ഉദാഹരണം പറയാ. ഷഹ്വത്തിന്റെ കൂട്ടത്തിൽ വലിയ പ്രകടമായ ഒരു ഷഹ്വത്താണ് പുകവലിക്കാര ഷഹ്വത്ത്. ഈ പുകവലിക്കാര അവസ്ഥ നോക്കിയാല് റമദാൻ മാസത്തില് രാവിലെ ഉണർന്ന് അത്താഴത്തിന് സമയം കിട്ടൂലോട്ടിക്കോ, ആകെ ബാങ്ക് കൊടുക്കാൻ 1 മിനിറ്റേ ഉള്ളൂ. എന്നാല് ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അവന് സങ്കടം ഉണ്ടാവില്ല. ഈ ഒരു പുക 4 ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ നോമ്പിന് ഒരു സുഖം ഉണ്ടാവില്ല. ഇതിങ്ങനെ അവസാനം ബാങ്ക് കൊടുക്കുക, ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാൻ 1/2 മിനിറ്റ് ഉള്ളു. അപ്പം ഒന്ന് കത്തിച്ചിട്ടല്ലോ, എന്നിട്ട് ആ മൂക്ക് കൂടെ ഒക്കെ ഇങ്ങനെ പുക വന്ന ബാങ്ക് കൊടുക്കാൻ ഇങ്ങോട്ടാവുമ്പോ അതാണ് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ നോക്കി ഓന്റെ പോക്കറ്റിൽ സിഗരറ്റിന്റെ പേക്കൻ നടക്കുന്നുണ്ട്, മറ്റേ പോക്കറ്റിൽ കത്തിക്കാനുള്ള തീപ്പെട്ടിയുണ്ട്. രണ്ടും ഉണ്ട്. ഒരാളും കാണുന്നില്ല, കേൾക്കണില്ല, ഒരു മനുഷ്യനില്ല. അവൻ ഒറ്റ റൂമിലാണ്. എന്നാ മഗ്‌രിബ് ആകുന്നതിന്റെ അടുക്ക് ഒരു സിഗരറ്റ് എടുത്ത് ഒന്ന് കത്തിച്ച് ഒരൊറ്റ പോവലിക്കാരനും ചെയ്യൂല. അതേ സമയത്ത് ബാപ്പന്നെ പുറത്തുണ്ട്, അല്ലെങ്കിൽ ഉസ്താദ് പുറത്തുണ്ട്, അവരെയൊക്കെ കണ്ണൊട്ടിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് വലിക്കും. അതേ സമയത്ത് ഫജറായോടത്ത് മുതൽ ഉറൂബ് വരെ ഒരാളും വേണ്ട, ഒറ്റയ്ക്കുള്ള വീട്ടില് സിഗരറ്റും തീപ്പെട്ടിയും ഒക്കെ കയ്യിലുണ്ട്. മഗ്‌രിബ് ആണതിന് മുമ്പ് ഒന്ന് വലിച്ചേക്കാം എന്നൊരാഗ്രഹം പോലും അവന് വരുന്നില്ല. സാധനം ഇല്ലാത്തതുകൊണ്ടല്ല, സാധനം ഉണ്ട്, അങ്ങനെ താല്പര്യം തന്നെ. പിന്നെ എന്താ ചെയ്യാ, മഗ്‌രിബിന് മൊല്ലാക്ക ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയ ഒരു ചുളക്ക് അരക്ക അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളമാണ് കുടിച്ചാൽ ആദ്യം കിട്ടണത് എന്ന് വെച്ചിട്ട് എന്താ ഇതിന്റെ രസം. ഇതുവരെ ആരായിരുന്നു ഇവനെ നിയന്ത്രിച്ചിരുന്നത്? ഇതാണ് വികാരം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ. നോമ്പിന് കഴിയുന്നത് പോലെ ലോകത്ത് വേറൊരു ഇബാദത്തിനും മനുഷ്യന്റെ വികാരത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയില്ല. ഇതിപ്പോ നമുക്ക് അഡിക്റ്റായ, പുകവലിക്ക് അഡിക്റ്റായ ആളുകളുടെ മുന്നിൽ നമ്മൾ കാണുന്ന അത്ഭുതകരമായി ജീവിക്കുന്ന തെളിവാ. വേറെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല, ഓല കണ്ണൊട്ടി ചൊക്കം വലിക്കും. അതേ സമയത്ത് അള്ളാഹുവിന് വേണ്ട. അതാണ് എനിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് സൗമുലി എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ്. ഇന്നലെ മറ്റൊരു പ്രതിബന്ധം ഉണ്ടായിട്ടല്ല, ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല, വെള്ളമില്ലാത്തത് കൊണ്ടല്ല, ആരെങ്കിലും കാണുമെന്ന് പേടിച്ചിട്ടല്ല, ആരെങ്കിലും ആക്ഷേപിക്കുമെന്ന് പേടിച്ചിട്ടല്ല, ഒന്നുമല്ല. ഇത് അള്ളാഹുവിന് വേണ്ടിയിട്ട് വെടിയുന്നു. അങ്ങനെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ അതൊരു ചിട്ടേവരായി. നമ്മളിത് ശീലിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എന്താ ചോദിച്ചാല്, ഒന്ന് ഇങ്ങേ പേജ് അങ്ങേ പേജിക്ക് മുസാഫ് മറിക്കുമ്പോൾ അങ്ങോട്ട് മറിച്ചു എന്നുള്ളൂ. തന്നെയല്ല നമ്മളെന്താ വയ്ക്കുക, ഗൾഫുകാർ പ്രത്യേകിച്ചും രാവിലെ സുബഹിസ്കരിച്ചിട്ട് പണിക്ക് പോണ സമയത്ത് ഒരു കാലിച്ചായ, കട്ടൻ ചായ അധികം ആളും കുടിക്കുക. ഇനി വലിയ തീറ്റിക്കമ്പന്മാരാണെങ്കിൽ ഒരു സാൻഡ്വിച്ചും കഴിച്ചിട്ടുണ്ടാവും. അത് പക്ഷെ ചെറിയ ശതമാനം ആളുകളുള്ളൂ, മറ്റേ വെറും കാലിച്ചായാണ്. എന്നിട്ട് ഉച്ച വരെ പച്ചവെള്ളത്തുമ്മലും കാലിച്ചായമലും ജീവിച്ച മനുഷ്യൻ ഉച്ചക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കുക. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ കാലിച്ചായായിട്ട് ഇങ്ങനെ ജീവിച്ച്, അല്ലെങ്കിൽ വെള്ളമായിട്ട് ജീവിച്ചിട്ട് രാത്രി ഒരു റൊട്ടി 2 റൊട്ടി കഴിച്ചെങ്കിൽ കഴിച്ച്, അല്ലെങ്കിൽ 1 2 ചപ്പാത്തി കഴിച്ച, അത്രേ ഉള്ളൂ നമുക്കാകെ. 11 മാസം റമളാൻ അങ്ങോട്ട് വന്നാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. മലയാളക്കാരാകെ തന്നെ ഫ്രൂട്ട്സ് വാങ്ങണ കാരണം റമളാൻ മാസത്തിലാണ്. അല്ലാത്തപ്പോ ഇല്ല. ജ്യൂസ് വല്ല കുപ്പി ജ്യൂസ് ഒക്കെ വാങ്ങി കുടിക്കാന്നല്ലാതെ ഫ്രഷ് ജ്യൂസ് മലയാളി കുടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാരെ പറ്റിയല്ല പറയുന്നത്, റമളാന് മാത്രമല്ല. അങ്ങനെ ഫ്രൂട്ട്സുകളും ജ്യൂസും മാത്രല്ല, എണ്ണപ്പൊരിയോണ്ട് അല്ലാഹു തആല എന്തൊക്കെ പൊരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും. എന്നിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞാൽ
പിന്നെ 4 കൂട്ടിയിട്ട് ഒരു ചവിട്ടി തട്ട. അതൊക്കെ കഴിഞ്ഞിട്ട് തറാവി കഴിഞ്ഞിട്ട് വന്നാ പിന്നെയും വേണം. എന്നിട്ട് പിന്നെ അത്താഴത്തിന്. അപ്പൊ ചുരുക്കത്തിൽ സാധാരണ മറ്റ് 11 മാസങ്ങളിൽ 2 ദിവസം കഴിക്കുന്ന ചുരുങ്ങിയ ഭക്ഷണം റമദാനിന്റെ ഒരു രാത്രി മാത്രം കഴിച്ചു. ഇവൻ എന്ത് പരിശീലന കിട്ടുക? അള്ളാഹു റസൂലുഹു ആയാലോ നമുക്കറിയില്ല. ലഅല്ലക്കും തത്തഖൂൻ അള്ളാഹു തആല പറഞ്ഞത്. നിങ്ങൾക്ക് തഖ്വ ബാക്കി 11 മാസത്തെ ജീവിതത്തിൽ അള്ളാഹു തആലക്ക് തഖ്വ ചെയ്യാനുള്ള പരിശീലനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസം നിങ്ങൾക്ക് തന്നത്. ഈ ഒരു മാസം നിങ്ങൾ ശീലിച്ചത് പിന്നീട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കൊണ്ടു നടന്നോളണം. എന്നാൽ ലഅല്ലക്കും തത്തഖൂൻ തഖ്വ ഉണ്ടാവും. ഇല്ലെങ്കിലോ നമ്മൾ പട്ടിണി നടന്ന് ബാക്കിയുണ്ടാവും. സാധാരണ കൊളസ്ട്രോളിന്റെ തകരാറുള്ള ആളുകൾ റമദാനിന്റെ 1 അന്നോ അല്ലെങ്കിൽ ശഅബാൻ 30 അന്നോ പരിശോധിച്ച് പിന്നെ പെരുന്നാളിന്റെ പിറ്റേന്ന് പോയി പരിശോധിച്ചാൽ കൂടുക കുറയാ ചെയ്യുക. ഷുഗറിന്റെ കംപ്ലൈന്റ് ഉള്ള ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെ മിസ്കിന്മാരൊക്കെ പെരുന്നാളിന്റെ പിറ്റേന്ന് നിൽക്കുകയും ശഅബാൻ 30 അന്ന് നിൽക്കുകയും കൂടുക കുറയാ ചെയ്യുക. കൊളസ്ട്രോളുകാരെ കണ്ട പറയും വേണ്ട. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളെ വെപ്പന് നമ്മൾ തന്നെ വെച്ച അതെന്തായാലും റമദാനാവുമ്പോൾ കുറച്ച് കൂടുന്നു. പിന്നെ എന്തിനായി നോൻപ് വെൽക്കണത്? ശരിക്കുള്ള നോമ്പ് 1ന്റെ അന്നത്തേക്കാൾ 2ന്റെ അന്ന് ക്ഷീണം കൂടണം. 2നേക്കാൾ 3, 3നേക്കാൾ 4, അവസാനത്തെ 10 ആവുമ്പോക്ക് വളരെ ക്ഷീണിതരായിരിക്കും. അതുകൊണ്ടാ കൂലി ഭാഗത്തിന് കൂടുതൽ കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കും. എന്നും ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ നല്ല ഇങ്ങനെ പണ്ട് കുറച്ച് ഇന്നെ പോലെ വയസ്സായിട്ട് തൊലിയൊക്കെ ചുളുങ്ങിയ ആളുകൾ ഇതിങ്ങോട്ട് കൊഴുപ്പ് കൂടിയിട്ട് ആ ചുളിവൊക്കെ കണ്ട് പോയിട്ട് കൊണ്ട് ഉസാറായിട്ടാണ് കൊടുവിനെ 10 ആവുമ്പോ. പിന്നെ ഓന് കൂലി തോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ അവിടെ ഏറെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളിന്നറിയല്ലത്. അധ്വാനത്തിനാണ് പ്രതിഫലം എന്ന് പറയുന്നത്. അവസാനം 10 ആവുമ്പോഴേക്ക് ക്ഷീണം വന്നു. കാരണം എന്താണ് ഞാൻ പറയേണ്ടത്? കൊഴുപ്പുകളും മറ്റ് ശരീരത്തിന് ഉപയോഗപ്പെടുത്തേണ്ടതായിരിക്കുന്ന വസ്തുക്കളും ഒക്കെ ആവശ്യത്തിന് അങ്ങോട്ട് ചെല്ലാതിരിക്കുമ്പം പണ്ടത്തെ ബഫർ സ്റ്റോക്ക് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. ആ ബഫർ സ്റ്റോക്ക് ഉള്ളതൊക്കെ ശരീരം നിർബന്ധപൂർവ്വം അതിനെ ഉരുക്കി ശരീരത്തിലേക്ക് ദഹിപ്പിച്ച് ഉപയോഗപ്പെടുത്തി. അത് ആദ്യത്തെ 10 അങ്ങനെ മേക്കപ്പ് ചെയ്തു പോയി. ആദ്യത്തെ 10 ഏകദേശം ശരാശരി പോയി. 2ാമത്തെ 10 ഇത് കുറേശ്ശെ കൂട്ടിയെടുത്തു. 3ാമത്തെ 10 ആവുമ്പോൾ കൂട്ടിയെടുക്കാനൊന്നുമില്ല, വരുന്നത് മാത്രമേ ഉള്ളൂ. മറ്റേ മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ വരുന്നതിന്റെ ആണെങ്കിലോ മേനു ഉപയോഗിക്കുന്ന ചെലവിനനുസരിച്ചുള്ളത് ഇവിടെ വരുന്നില്ല. അങ്ങനെ വരുമ്പം ഡെയിലി ഇത് ഇങ്ങനെ ക്ഷീണം. അപ്പൊ ക്ഷീണിച്ച അവശനായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ കൂലി കൂടുതൽ കിട്ടുകയാണ്. ഇങ്ങനെ കൂലി നമ്മളെ ഒടുവിനെ 10ന് കുറച്ച് കൂലി കുറയോന്നുള്ള പേടിയാ അവിടെ ചൊങ്കാക്കട്ടെ. കാരണം എന്താന്ന് വെച്ചാൽ മുമ്പത്തേനെക്കാട്ടിലെല്ലാം നമ്മൾക്ക് ജോറാക്കാണ്. തിന്നിട്ടും കുടിച്ചിട്ടും ഉപയോഗിച്ചിട്ടും നമ്മളെ ശരീരത്തിന് കൂടുതൽ ശക്തിയും ഓജസ്സും ഉന്മേഷവും കൂടിയിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഇബാദത്തിന് കൂലിപ്രദം കൊട്ടക്കണക്ക് പറയല്ലത്. ഇമാം മുസാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതിന്റെ ഒരു ചെറിയ രൂപം ഞാൻ ചുരുക്കി പറയാണ്. ചുരുക്കത്തിൽ നമ്മൾക്ക് വേണമെങ്കിൽ ജീവിതത്തിന്റെ 11 മാസങ്ങൾ അള്ളാഹു വിരോധിച്ച കാര്യം എന്തു തന്നെയാണെങ്കിലും അത് വിട്ടു മാറാനുള്ളൊരു മനോദാർഢ്യവും ശക്തിയും ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നിർബന്ധമാക്കിയ കാര്യം അത് എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് മനക്കരുത്തോടു കൂടി ചെയ്യാനുള്ളതായിരിക്കുന്ന മാനസികമായ ഒരു തയ്യാറെടുപ്പും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേവല പരിശീലനം ആണ് നോമ്പിന്റെ ലക്ഷ്യം. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ബജറ്റ് കമ്മി തീർത്താൻ വേണ്ടിയിട്ട് ഒരു മാസം മാപ്പിളാരെങ്കിലും ഒക്കെ ആണുമ്പോൾ നോക്കുപാടെ റമദാൻ മാസം നോമ്പ് വറ്റാല് ചില്ലറ റേഷൻ കമ്മിയുള്ളത് പരിഹരിക്കുക ബാക്കി 11 മാസത്തേക്ക് എന്ന് വെച്ചിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ബജറ്റിൽ കമ്മി ബജറ്റ് എന്ന് പറഞ്ഞ സംവിധാനമില്ല. അവിടെ എപ്പോഴും ഇന്നമാംറു ഇദാ അറാദ ശൈഅൻ യഖൂലു ലഹു കുൻ ഫയകൂൻ. കാശിന് മുടക്കില്ലാത്ത സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമുക്ക് സ്വയം ശീലിക്കാൻ അതാണ് ലഅല്ലക്കും അല്ലാഹു തആല പറയാൻ പാടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. അല്ലാതെ നോമ്പിന് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നോമ്പ് വെൽക്കണം എന്നല്ല. തഖ്വ അല്ലാഹു തആല കൽപ്പിച്ചുകൊണ്ടാണ് നോമ്പ് വെൽക്കുന്നത്. അത് ഇബാദത്താണ്. പക്ഷേ ഈ ഇബാദത്താവുന്ന നോമ്പ് നിങ്ങൾ ഉള്ളറിഞ്ഞ് അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും തഖ്വ, അതാ അല്ലാഹു തആല ഇംതിസാലുൽ മഅ്മൂറാത്ത് ഇജ്തിനാബുൽ മൻഹിയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ എന്തോ അത് ഏത് സാഹചര്യത്തിലും അനുസരിച്ച് ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുക. അള്ളാഹു വിരോധിച്ച കാര്യം അത് എന്ത് തന്നെയാവട്ടെ, ശാരീരികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, മാനുഷികമാവട്ടെ, എന്തുമാവട്ടെ, അള്ളാഹു വിരോധിച്ചതാണോ അത് എന്ത് വില കൊടുത്തും ഒഴിവാക്കാനുള്ള ഒരു മാനസികമായ കരുത്ത്, ഈ 2 കരുത്തുണ്ടായി കഴിഞ്ഞാൽ
അതാണ് തഖ്വ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. കുറെ പറഞ്ഞ കാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കുറെ വിരോധിച്ച കാര്യങ്ങൾ വെടിയുക എന്നതല്ല. എന്താണോ അള്ളാഹു വിരോധിച്ചത് അത് എന്ത് തന്നെയാണെങ്കിലും അത് വിട്ടുകളയാനുള്ളതായിരിക്കുന്ന ഒരു മാനസികമായ അവസ്ഥ, ഒരു കരുത്ത്. അള്ളാഹു കൽപ്പിച്ച നിർബന്ധമാക്കിയ കാര്യം എന്താണോ അത് എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ടാവട്ടെ, എത്ര ബുദ്ധിമുട്ടുണ്ടാവട്ടെ, അള്ളാഹു കൽപ്പിച്ചതാണോ എങ്കിൽ ഞാൻ അതനുസരിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു മാനസികമായ ഒരു കരുത്ത്. അതാണ് അത്തഖ്വ ഹാഉന എന്ന് പറയുന്നത്. തഖ്വയെ സംബന്ധിച്ച് മഹാന്മാര് പറഞ്ഞത് കൽപ്പിച്ചതെടുക്കുകയും വിലക്കിയതിനെ വെടിയുകയും ചെയ്യുക. അത് പ്രവൃത്തിയാണ്. പക്ഷേ ഈ പ്രവൃത്തി ഇവിടെ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അത്തഖ്വ ഹാഹുന, തഖ്വ ഉണ്ടാണ്ട് ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ ആ കരുത്തുണ്ടാണ്ട്. ഈ കരുത്ത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ബോധപൂർവം നമ്മൾ നോമ്പൊൽക്കണം, ബോധപൂർവം നോമ്പൊൽക്കണം. അങ്ങനെ ജീവിതം നോമ്പ് ആ ഇണങ്ങിച്ചേർന്ന് മനസ്സാ നമ്മൾ നോമ്പിനെ ഉൾക്കൊണ്ട്, നമ്മുടെ നോമ്പിനെ സൗമോദിന് ഇങ്ങനെ നാവുകൊണ്ട് ചെല്ലണം നോമ്പായ പോരാ, മനസ്സുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിയാനും ഞാൻ സൗമ് ചെയ്തു പറയും, ഇംസാക്ക് ചെയ്തു, മുറുകെ പിടിച്ചു. എന്റെ കൽബ് കൊണ്ട് ഞാൻ ആ തീരുമാനം മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ മുറുകെ പിടിച്ചുകൊണ്ട് ഏതാനും മണിക്കൂറുകൾ പരിശീലിപ്പിച്ച് അതിങ്ങനെ ഒരു മാസത്തെ പരിശീലനം കൊണ്ട് എന്തിനായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ വെള്ളം കുടിക്കാതിരുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ലൈംഗികമായ വികാരത്തെ നിയന്ത്രിച്ചു വെച്ചിരുന്നത്, ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ കൽപ്പന ഹലാലായത് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി ഞാൻ വെടിഞ്ഞെങ്കിൽ പിന്നീട് വരുന്ന കാലത്ത് ഹറാമിനെ വെടിയുക എന്ന് പറയുന്നത്, ഹറാമ് ചെയ്താൽ ശിക്ഷുണ്ട്. ഞാൻ അതൊന്നുമില്ലെങ്കിൽ പോലും ഹലാലായത് തന്നെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച എനിക്ക് ഹറാമ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞ പ്രശ്നമേ അല്ല. കണ്ടോ, ചെയ്യേണ്ട കാര്യങ്ങൾ കേവലം ഹലാലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുമ്പോ വുജൂബ് ചെയ്യാൻ കൽപ്പിച്ചത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രയാസമേ ഇല്ല. ഹലാലിനെ തന്നെ അള്ളാഹുവിന് വേണ്ടി ചെയ്തവൻ, ഹലാലിനെ തന്നെ അള്ളാഹുവിന് വേണ്ടി വെടിഞ്ഞവൻ, ഹറാമിനെയും വുജൂബിനെയും ചെയ്യാനും വെടിയാനും അവന് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഏത് പ്രത്യേക സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹു നിർബന്ധമാക്കിയതാണെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു വെറുത്തതും വിരോധിച്ചതുമാണെങ്കിൽ അതുമായി വിട്ടുനിൽക്കാനുമുള്ള ഒരു മാനസികമായ അവസ്ഥ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു. ഇത് കൂടെ കൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതിനു വേണ്ടിയാണ് മാസത്തിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും നോമ്പെടുക്കണമെന്ന് വളരെ പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പ്രോത്സാഹിപ്പിച്ചത്. കാരണം 11 മാസം നീണ്ടു നിൽക്കാൻ മാത്രം ഈമാനികമായ ശക്തി നമുക്കില്ല. അതുകൊണ്ട് മാസത്തിൽ ചുരുങ്ങിയത് 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു പരിശീലനം എന്ന നിലക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സുന്നത്തായ ഒരു നോമ്പെടുത്ത്, അങ്ങനെ 3 ദിവസം 10 ഒരു മാസത്തിൽ 3 ദിവസം നോമ്പെടുത്താൽ, എന്നാൽ ആ ഓർമ്മ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും അതിലൂടെ അള്ളാഹുവിന്റെ വഴിയിലൂടെ നിയന്ത്രണ വിധേയനായി ഒരു നാക്കാലിയെ മൂക്കുകുത്തി കയറിട്ട് ആ കയറ് പിന്നിലേക്ക് പിടിച്ച് ആരാന്റെ വിളയുടെ ഇടയിലൂടെ കൊണ്ടുപോകാൻ പേടിക്കാനില്ല. അതേ സമയത്ത് മൂക്കുത്തി കയറിടാതെ കൗത്തിന് മാത്രം കയറിട്ടുകൊണ്ട് വിളയുടെ വരമ്പിലൂടെ ഒരു നാക്കാലിയെ കൊണ്ടുപോയാൽ അത് എത്ര തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാലും ബേക്കിൽ മുന്നിൽ നിന്ന് ഒരാൾ കയറ് പിടിച്ച് പിന്നിൽ നിന്നിട്ട് ഒരാൾ വടിയെടുത്ത് അടിച്ചു തൊളിച്ചാലും ഇതിന്റെ മൂക്ക് സ്വതന്ത്രമാണ് എങ്കിൽ അപ്പോ ഒന്നിന്റെ ഇടയ്ക്ക് ഒന്നിടത്തെ ഭാഗത്തേക്കോ ഒന്ന് വലത്തെ ഭാഗത്തേക്കോ തിരിഞ്ഞ് ഒരു കടിയോ കടിക്കും. അത് നാക്കാലിന്റെ സ്വഭാവം, അതിന് തക്ലീഫില്ല. എന്നതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരം അമ്മാറത്തും ബിസു എന്ന് പറയുന്ന നഫ്സിന്റെ അവസ്ഥ ഏതാണ്? അതിന് മൂക്കൂത്തി കയറിട്ട് പിടിക്കേ പറ്റൂ. അല്ലാതെ കൗത്ത് കയറിട്ടത് കൊണ്ട് മാത്രമായില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടിക്കും. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പാവുന്ന ഈ മൂക്ക് കയറിട്ടുകൊണ്ട് പിടിച്ച് ശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ്. അത് ശരീരത്തിന് ഗുണം. പിന്നെ പറഞ്ഞ ഭക്ഷണത്തിന്റെ മെനു കുറച്ചുകൊണ്ടും അതുപോലെ തന്നെ അതിൽ തന്നെ കൊഴുപ്പും മറ്റുള്ളത് കുറച്ചുകൊണ്ടൊക്കെ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ഗുണം ഉണ്ടാവും. ഞാൻ അതൊന്നും ഇല്ലാട്ടിക്കൊള്ളി, നമ്മളിപ്പോ നോക്കുന്ന നോമ്പ് പോലത്തെ നോമ്പ് തന്നെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടുകൂടി ഫലം കുറയുമെങ്കിലും ഉദ്ദേശപൂർവം എന്തിനു വേണ്ടിയാണ് നോമ്പ് അല്ലാഹു ഫർളാക്കിയതെന്ന് മനസ്സിലാക്കി അക്കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നോമ്പെടുക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടി നോമ്പെടുത്താൽ ജീവിതത്തിൽ ചിട്ട എന്തായാലും കുറെ വരും.
ശാരീരികമായി അതുകൊണ്ട് ഉദ്ദേശിച്ച നിയമങ്ങളൊന്നും കിട്ടൂല. സൂമൂ തസിഹു എന്ന് മറ്റൊരു ഹദീസിലുണ്ട്, നിങ്ങൾ നോമ്പെടുക്കണം, അത് മുഖേന നിങ്ങൾക്ക് ആരോഗ്യരക്ഷ ലഭിക്കും. അത് കിട്ടണമെങ്കിൽ പറഞ്ഞേക്ക് നമ്മളിപ്പത്തെ നോമ്പ് പോരാ. ഇപ്പത്തെ നോമ്പ് പോരാന്ന് പറഞ്ഞാൽ പകല് സാധാരണ കഴിക്കുന്നതിനേക്കാളും ഡബിളോ അതിനേക്കാളും കൂടുതലോ ഒക്കെ ആയിട്ട് രാത്രി കഴിച്ചുകൊണ്ടുള്ള നോമ്പുകൊണ്ട് സൂമൂ തസിഹു എന്ന് പറഞ്ഞാൽ തത്വം ലഭ്യമല്ല. എന്നാൽ ഇങ്ങനൊക്കെ അമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് വെക്കട്ടെ. പക്ഷേ ഞാൻ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ്, എന്താണ് നോമ്പിന്റെ ആത്മാവ് എന്ന് മനസ്സാ ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് ഞാൻ പരിശീലിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ മുന്നിൽ തുറന്നു കാണിച്ച അതിലൂടെ ഞാൻ പരിശീലിക്കുകയാണ് എന്ന നിലക്ക് ഉദ്ദേശപൂർവ്വം വന്നാൽ എന്തായാലും ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതില്ലാതെ നമ്മളിങ്ങനെ നവൈത്ത് സൗമോദി ഇന്ന് വായുകൊണ്ട് എന്തോ പറഞ്ഞ് എന്താ ഞാൻ പറയണത് നമുക്കൊട്ട് മനസ്സിലായില്ല. ആ നിലക്ക് നോമ്പ് നോറ്റാൽ അതുകൊണ്ട് പെരുത്ത് കാര്യമൊന്നും കിട്ടൂല. എന്നാലും നോക്കണ്ടെന്നല്ല പറയുന്നത്, നോൽക്കണം. പക്ഷേ ഉദ്ദേശപൂർവം നോമ്പ് കൊണ്ട് അല്ലാഹു തആല ലക്ഷ്യം വെച്ച വളരെ മഹത്തായ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടി പരിമിതമായ ദിവസങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാസ്ത്രീയ സംവിധാനത്തിലൂടെ നൽകിയ പരിശീലന കളരിയാണ് എന്നുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പ് നാം സ്വയം ഉൾക്കൊണ്ടാൽ അതിലൂടെ നമുക്ക് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. വിഷയം ഇവിടെ എത്തിയിട്ടില്ല, എത്താനും സമയമില്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രസംഗമല്ല ഞാൻ ഉദ്ദേശിച്ചതുമല്ല.